നമസ്കാരം. പിച്ച് പെർഫെക്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിലെ വിജയക്കുതിപ്പ് തുടർന്ന് മാഞ്ചസ്റ്റർ സിറ്റി 1-4 ഗോളിന് ബൊറൂസിയ ഡോർട്ട്മണ്ടിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ തകർത്തത്. ഫിൽഫോർഡന്റെ ഇരട്ട ഗോൾ മികവിലാണ് സിറ്റിയുടെ ജയം. ഏർലിംഗ് ഹാലൻഡും സിറ്റിക്ക് വേണ്ടി ഒരു ഗോൾ നേടി. റയാൻ ചെർക്കിയും മറ്റൊരു ഗോൾ നേടി. വാൾട്ടർ ആന്റണിന്റെ വകയാണ് ഡോർട്ട്മണ്ടിന്റെ ആശ്വാസ ഗോൾ. ആദ്യം 10 മിനിറ്റ് കളക്കളത്തിൽ സിറ്റിയുടെ ആധിപത്യമേ ഉണ്ടായിരുന്നില്ല. പതിയെ തുടങ്ങുന്ന ശൈലിയായിരുന്നു ഇക്കുറി സിറ്റിയിൽ കണ്ടത്. എന്നാൽ ഫിൽഫോർഡിന്റെ കാലിൽ നിന്ന് പന്ത് കിട്ടിയതോടെ കഥ മാറി. 22-ാം മിനിറ്റിൽ തിജാനി റൈൻഡേഴ്സിൽ നിന്നും പന്ത് സ്വീകരിച്ച് മുന്നേറിയ ഫിൽഫോർഡൻ പിഴവുകളില്ലാതെ അത് ഫിനിഷ് ചെയ്തു. ഇതോടെ മാഞ്ചസ്റ്റർ ഒരു ഗോളിന് മുന്നിലെത്തി. ഫോർഡന്റെ ഗോൾ വന്ന് മിനിറ്റുകൾക്കകം തന്നെ സിറ്റിയുടെ 2ാം ഗോൾ വന്നു. ഇക്കുറി ഹാലൻഡിന്റെ വകയായിരുന്നു. ബോക്സിന്റെ വലതുഭാഗത്ത് നിന്ന് തൊടുത്ത ഷോട്ട് പിഴവുകളില്ലാതെ വലയിലെത്തി. 2ാം പകുതിയിലെ ഫോർഡന്റെ ഗോൾ കുറച്ചുകൂടി മികച്ചതായിരുന്നു. പെനാൽറ്റി ഏരിയയിൽ നിന്നും പാസ് സ്വീകരിച്ച് ഡോർട്ട്മണ്ടിന്റെ പ്രതിനിധിക്കാരെ മറികടന്നായിരുന്നു ഫോർഡന്റെ 2ാം ഗോൾ. 72-ാം മിനിറ്റിൽ ബൊറൂസിയ തിരിച്ചടിച്ചു. ജൂലിയൻ റൈസണിന്റെ ക്രോസിൽ നിന്ന് വാൾഡമർ ആന്റണാണ് ഗോൾ നേടിയത്. എന്നാൽ ഇതിനുശേഷം മാഞ്ചസ്റ്റർ വല കുലുക്കാൻ ബൊറൂസിയക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി നേടി മാഞ്ചസ്റ്റർ റയാൻ ചെർക്കിയുടെ പട്ടിക പൂർത്തിയാക്കി. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും 1 സമനിലയുമായി 10 പോയിന്റോടെ മാഞ്ചസ്റ്റർ സിറ്റി 4ാമതാണ്. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു മത്സരത്തിൽ ചെൽസി സമനില വഴങ്ങി. കൊരബാഗ് FKയോടാണ് ചെൽസി സമനില വഴങ്ങിയത്. മറ്റൊരു സൂപ്പർ പോരാട്ടത്തിൽ വമ്പന്മാരായ ബാഴ്സലോണയെ ഞെട്ടിച്ച് ബെൽജിയം ക്ലബ് ബ്രൂഗെ ബാഴ്സലോണയെ 3-3 സമനിലയിൽ തളച്ചു.